ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ പ്രാർത്ഥനകൾക്കായി അങ്ങയുടെ മക്കളെ ശിരസ് നമിച്ച് നിൽക്കുന്ന ഈ വേളയിൽ നിന്റെ തിരുമുറുവാർന്ന വലതുകരം, അണിപ്പടതാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങൾ മനസ്സിടിഞ്ഞു പോയവരുണ്ടാകും. അവരുടെ എല്ലാം മനസ്സ് സന്തോഷ നിർഭരമാകുകയും ഉത്സാഹഭരിതമാകുകയും ചെയ്യട്ടെ. കാരണം എന്താണ്? കർത്താവിൻ്റെ ആശീർവാദമാണ് പ്രഭാതത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ നിന്റെ ശാരീരികമായ വിഷമതകൾ, ഭാരങ്ങൾ, ശാരീരികത്തിൻ്റെ അവശതകൾ, അതുപോലെ തന്നെ തളർച്ചകൾ, ഒരു ഉന്മേഷമില്ലായ്പ, മനസ്സിന് ഉന്മേഷമില്ലാത്തവർ, ഇന്നത്തെ ഉറക്കം ശരിയാകാത്തവർ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രോഗകാരണങ്ങളാലും ഇന്നത്തെ ജീവിതത്തിൻ്റെ ചെയ്തു തീർക്കേണ്ട വലിയ ഭാരങ്ങളാലും ചില വഴി സ്ഥലങ്ങളിൽ നിന്ന് വഴക്ക് കേൾക്കുമോ എന്നുള്ള ഭീതിയാലും അങ്ങനെ ആരെയും പേടിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വചനം. ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം. അത് കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവരെ മാത്രം പേടിക്കാൻ പറയുമ്പോൾ, എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവത്തെ മാത്രമേ പേടിക്കത്തുള്ളൂ. പറയുക, മനസ്സിൽ കുറയുക, എൻ്റെ ദൈവത്തെ മാത്രമേ ഞാൻ ഭയപ്പെടുത്തുള്ളൂ. ഞാൻ കാലത്തെയോ കാലന്മാരെയോ മനുഷ്യരെയോ ഒന്നും ഭയപ്പെടുത്തില്ല. അതുപോലെ തന്നെ കർത്താവ് അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മശക്തിയുടെ വെളിച്ചം വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങൾ ഇസ്രയേലിൽ കർത്താവ് അങ്ങയുടെ ദൂതൻ കടന്നു പോയപ്പോൾ കർത്താവ് ആ മക്കളെ സംരക്ഷിച്ചതുപോലെ നീ ആ മക്കളെ സംരക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ വചനത്തിന് വെളിച്ചത്തിൽ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ എല്ലാ ആയുസ്സോടും കൂടി അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ എല്ലാ യോഗ്യതയും കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃപാസനം നടന്ന 10,000 ആരാധനകളുടെ മുഴുവൻ ശക്തി ദൈവഭക്തരെ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും ഞാൻ ആശീർവദിക്കുന്നു. നിന്റെ കുടുംബത്തിൽ പെൻഡിങ്ങായി കിടക്കുന്ന ഓരോ കാര്യങ്ങളും, നിന്നെ മ്ലാനമാക്കുന്ന ഓരോ സാഹചര്യങ്ങളും, നിന്നെ അലട്ടുന്ന ഓരോ സങ്കടങ്ങളും എങ്ങനെയാണ് കൊടുങ്കാറ്റിലെ മഞ്ഞുനീര് ഉരുകിപ്പോകുന്ന പോലെ, കാറ്റിലെ മേഘം തുരത്തപ്പെടുന്ന പോലെ നിന്റെ ആദികൾ ഭീതികൾ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ നീങ്ങിപ്പോകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ